ഗൈസ്, വെൽക്കം ടു അസ്ലാംസ് യൂണിവേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത പോലെ ഫാൻറ്റാസ്റ്റിക് ഫോർ കാണാൻ പോവാണ്. ഇന്നലെ കാണാൻ പോകേണ്ടതായിരുന്നു, പക്ഷേ ലേറ്റായിപ്പോയി, പല കാരണങ്ങൾ കൊണ്ട് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുകയാണ്. വളരെ എക്സൈറ്റഡ് ആണ്. എല്ലാ മാർവൽ സിനിമയും പോലെ എക്സൈറ്റഡ് ആണ് ഈ പടത്തിന് വേണ്ടിയിട്ട്. തണ്ടർ ബോൾസിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വന്ന പോലെ ഇതിലും ഒരുപാട് കണക്ഷൻസ് പ്രതീക്ഷിക്കുന്നു. പിന്നെ തണ്ടർ ബോൾസിൻ്റെ ക്രെഡിറ്റ് സീന് റൂസോ ബ്രദേഴ്സാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ഇതിനും 2 പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്, അത് രണ്ടും റൂസോ ബ്രദേഴ്സാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഡോക്ടർ ഡൂമായിട്ട് കണക്ഷൻ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. എക്സൈറ്റഡ് ആണ്. 5 മണിക്കുള്ള ഷോ ആണ്, സമയമായി തുടങ്ങി. ഞാൻ 4D മോഷൻ സ്ക്രീനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. വലിയ ആക്ഷൻ സീക്വൻസ് ഉണ്ടോ എന്തോ ഒന്നും അറിയില്ല, പക്ഷേ ഈ സമയത്ത് ആ ടിക്കറ്റ് കിട്ടിയുള്ളൂ ആക്ച്വലി. എന്തായാലും എന്തെങ്കിലും ആക്ഷൻ സീക്വൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് അനുഭവിച്ച് തന്നെ അറിയാം, കാരണം 4DX ആണ്. ഞാൻ ലാസ്റ്റ് 4DX പോയത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഓഫ് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിന് വേണ്ടിയിട്ടായിരുന്നു. അത് പുറത്തായിരുന്നു. ഇത് പുറത്താവുമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ കാശ് മുതലാവില്ല. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയേക്കാണ്. പടം അടിപൊളിയായിരുന്നു ഗൈസ്. അടിപൊളി ഇൻ ദ സെൻസ്, ഒരു ആസ് എ മാർവൽ ഫാൻ വിഷ്വലി സ്റ്റണ്ണിങ് ആയിരുന്നു. സ്റ്റോറി ബേസ്ഡ് ആണെങ്കിലും, സാധാരണ ഇപ്പോൾ കഴിഞ്ഞ ഫാൻറ്റാസ്റ്റിക് ഫോർ റീബൂട്ട് ആണെങ്കിലും ഒറിജിൻ ഫാൻറ്റാസ്റ്റിക് ഫോർ ആണെങ്കിലും ഇതിൻ്റെ തുടക്കം, ഇവർക്ക് പവർ കിട്ടുന്നത്, പരിപാടി, ഇതെല്ലാം കാണിച്ചിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒന്നും കാണിച്ചില്ല. ഇവർ നേരെ അവരുടെ സ്റ്റോറിയിലോട്ട് ജമ്പ് ചെയ്യാണ്. ഇവർ ഇത്രയും വർഷമായിട്ട് ഈ ഒരു യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലാനറ്റിൽ എന്ത് ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ തുടക്കം തന്നെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇത് കാണിക്കുന്നുണ്ട്. കുറേ ആക്ഷൻ സീക്വൻസ് തന്നെ കാണിച്ചു പോകുന്നുണ്ട്. ആ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉള്ളപ്പോൾ നമ്മുടെ ചെയർ കുറച്ച് എൻ്റർടൈനിങ് ആയിരുന്നു, 4DX ചെയർ. കാരണം ആ ആക്ഷൻ സീക്വൻസ് നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ 4DXിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് അത് കഴിഞ്ഞാൽ ഫുൾ ഡ്രാമയാണ് പടം കൊണ്ടുപോകുന്നത്. അതിൽ ഒരു എന്താ പറയുക, സട്ടിലായിട്ട് ഒരേ ലൈനിൽ ഒരു കയറ്റിറക്കൊന്നുമില്ലാണ്ട് ഒരേ ലൈനിലാണ് ആ ഒരു സ്റ്റോറി പോകുന്നത്. പിന്നെയാണ് അടുത്ത ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ. വിഷ്വലി അടിപൊളിയായിരുന്നു. ഇവർ സ്പേസിലേക്ക് പോകുന്ന സീക്വൻസും അങ്ങനത്തെ എല്ലാ പരിപാടി കിടിലനായിരുന്നു. ഗലാക്ടസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാവട്ടെ, എല്ലാം സിൽവർ സൾഫർ ആവട്ടെ, എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ ഇതിലൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗലാക്ടസിനെ അവർ വളരെ ചെറുതാക്കി കളഞ്ഞു. ഇത്രയും പെട്ടെന്ന് ഗലാക്ടസ് ഡിഫീറ്റായി പോയി എന്നുള്ളത് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഗലാക്ടസ് നമുക്ക് അറിയുന്നിടത്തോളം അത്രയും കിടിലം കോസ്മിക് വില്ലനാണ്. ആള് പെട്ടെന്ന് തന്നെ ഡിഫീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ പടം പെട്ടെന്ന് എവിടെയോ ഇനി ബാക്കി എന്തോ ഇനി ഉണ്ടോ എന്ന് വരെ ചിന്തിച്ചു പോയി. കാരണം പെട്ടെന്ന് തന്നെ ആ പരിപാടി തീർത്തവർ. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ആ ക്യാരക്ടറൈസും പുതിയ ക്യാരക്ടേഴ്സും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ മിഡ് ക്രെഡിറ്റ് സീൻ കിട്ടില്ലായിരുന്നു. അടുത്ത അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്കുള്ള ഒരു ലിങ്ക് ആയിരുന്നു അത്. ഇതിൽ 2 ഉണ്ട് പറഞ്ഞു. ഒരെണ്ണം മാത്രമാണ് റൂസോ ബ്രദേഴ്സ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. മറ്റത് ജസ്റ്റ് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊരു അനിമേറ്റഡ് സാധനമാണ്. അപ്പോൾ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് മെയിനായിട്ടുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ പടം നമുക്ക് ഇപ്പോൾ വേറൊരു മാർവൽ ഫാൻ അല്ലാത്തവർ കാണുമ്പോൾ ഒരു ഓക്കെ ഫീൽ ആയിരിക്കും. പക്ഷെ നമുക്ക് ആസ് എ മാർവൽ ഫാൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അഡ്രിനാലിൻ റഷ് ധാരണ ഒന്നും പടത്തിലില്ല. ഓക്കെ, അങ്ങനത്തെ സീക്വൻസ് ഒന്നും പടത്തിലില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് വിഷ്വലി കണ്ട് ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മൂവി ആയിട്ടാണ് തോന്നുന്നത്. ഞാൻ ഇപ്പോൾ തണ്ടർ ബോൾസിനെയും അതേപോലെ തന്നെ ഫാൻറ്റാസ്റ്റിക് ഫോർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറയും തണ്ടർ ബോൾസ് ആണെന്ന്. ഈവൻ അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് പോലും കിടിലായിരുന്നു. തണ്ടർ ബോൾസിൻ്റെ തട്ട് താന്ന് തന്നെ ഇരിക്കും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് എന്ന് പറയുമ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ആണ് ജൂലൈയിൽ. പിന്നെ അത് കഴിഞ്ഞാൽ ഡിസംബറിലാണ് നമുക്ക് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ വരുന്നത്. മോസ്റ്റ് എക്സൈറ്റഡ് ടു വാച്ച് ദാറ്റ് ഫിലിം. കാരണം ഇപ്പോൾ എല്ലാവരും അറിയാലോ, അവഞ്ചേഴ്സ് എല്ലാവരും കൂടി വന്നൊരു പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ ഇവരെല്ലാ സ്റ്റോറി ഇതിലേക്ക് കൊണ്ടുവരും വേണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് പറയാം, ഈ കൊല്ലം ഇനി കുറച്ച് സീരീസും അനിമേറ്റഡ് സീരീസും ഒക്കെ വരുന്നുണ്ട് ഡിസംബറിലൊക്കെ ആയിട്ട്. ഇനിയും ഒരു മൂവി ഇനി അടുത്ത കൊല്ലം ജൂലൈയിലുള്ളൂ. അത് സ്പൈഡർമാൻ്റെ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓരോ പടങ്ങൾ കഴിയുമ്പോൾ ഓരോ പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനി സ്പൈഡർമാന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുവരേക്കും